room organization video especially for vacation. So let's watch the video. എന്തായാലും വെക്കേഷന് കുറേ വീഡിയോസ് എടുക്കാനുണ്ട് യൂട്യൂബിലേക്ക്. അപ്പോൾ റൂം ക്ലീൻ ആക്കാതിരുന്നാൽ ശരിയാവില്ലല്ലോ. എന്തായാലും ഇപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ റൂമിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗോ. ഇതാണിപ്പോൾ എൻ്റെ റൂമിൻ്റെ അവസ്ഥ. നിങ്ങൾ ശരിക്കും ഞെട്ടും, കാരണം അത്രയ്ക്ക് മോശമായിട്ടാണ് റൂം ഇരിക്കുന്നത്. ഇത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം. നല്ല ഡേർട്ടി ആൻഡ് കെയോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ റൂമാണ് ഇന്ന് നമ്മൾ മേക്ക് ഓവർ ചെയ്തെടുക്കാൻ പോകുന്നത്. ഓ നോ. സോ നമുക്ക് ഫസ്റ്റ് അവിടെ നിന്ന് തുടങ്ങാം. അവിടെയാണ് ഭയങ്കര മെസ്സിയായിട്ട് കിടക്കുന്നത്. സോ നമുക്ക് അവിടെ പോയി ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ മെസ്സിയായിട്ടുള്ള ടേബിൾ ക്ലീൻ ചെയ്യാം. അങ്ങനെ നമ്മൾ ടേബിളിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് കട്ടിലിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. എനിക്ക് ആ ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ സ്വന്തമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ബാക്കിയുള്ള ക്ലിപ്സ് എന്തായാലും ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഡ്രോയർ വരുന്ന ഭാഗം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. എന്താ ഇവിടെ ഇങ്ങനെ വലയുണ്ട്, കാണാനില്ലേ? ആ വലയൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്യട്ടെ. ഇതിനുള്ളിലും നല്ല അഴുക്കാണ്. അപ്പം അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കേർട്ടൻസ് മാറ്റിയെടുക്കണം. ഐ മീൻ കേർട്ടൻസ് അല്ല, ഒരു കേർട്ടനേ ഉള്ളൂ. കേർട്ടൻ മാറ്റാം. ഇവിടേക്കൊന്ന് വൈപ്പ് ചെയ്യാം. ഐ എം റിയലി സോറി, കാരണം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു പെർഫെക്ഷൻ ഇല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. റിയലി സോറി. ഇതിന് ട്രൈപോഡ് വാങ്ങിയതിന് ശേഷം നമുക്ക് ഈ പെർഫെക്ഷനൊക്കെ വരുത്താം. അപ്പോൾ ഇത് ഫുൾ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. കണ്ടില്ലേ, സ്ലാബ് നല്ല പൊടി പിടിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ സ്ലാബ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഷെൽഫ് ക്ലീൻ ചെയ്തെടുക്കണം. ഇത് നല്ല മെസ്സിലാണ് കിടക്കുന്നത്. നമുക്കിത് ക്ലീൻ ചെയ്യാം. നമുക്കിനി ഈ സ്ലാബ് ക്ലീൻ ചെയ്തെടുക്കാം. ഐ മീൻ സ്ലാബ് അല്ല, ഷെൽഫ്. അപ്പോൾ ഇതിൽ കാർഡ്ബോർഡ് കട്ടറും എല്ലാം ഓപ്പണാക്കി ഇരിക്കുകയാണ്. നമുക്കെല്ലാം ക്ലീൻ ചെയ്തെടുക്കാം. ഫസ്റ്റ് ഈ ഷെൽഫിലെ ബുക്സ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് മാമാത്തിൻ്റെ മുട്ടാൻ്റെ പുതിയ ഫേസ് വാഷാണ്. ഇത് പുതിയതാണ്, ഞാൻ ഉപയോഗിച്ചില്ല ഇതുവരെ. ഇത് A3 പേപ്പറാണ്. ഇത്രയും ലെങ്ത് ഉണ്ട്, കണ്ടില്ലേ? നമുക്കെടുത്ത് അവിടെ വയ്ക്കാം. ഇത് പിന്നെ ഞാൻ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുപോലെ നമുക്ക് എടുത്ത് വയ്ക്കാം. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി സെക്കൻഡ് സെക്ഷനും ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് തേർഡ് സെക്ഷൻ ക്ലീൻ ചെയ്യാം. ലാസ്റ്റത്തെ സെക്ഷൻ മുഴുവൻ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ആണ്. അങ്ങനെ നമ്മൾ നമ്മുടെ തേർഡ് സെക്ഷനും ക്ലീൻ ചെയ്തു. ഇനി നമ്മൾ സ്റ്റേഷനറി സെക്ഷൻ ക്ലീൻ ചെയ്യാം. അതായത് ക്രാഫ്റ്റ് സപ്ലൈസ് ഒക്കെ വെച്ചേക്കുന്നത് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഈ കവറിൻ്റെ ഉള്ളിൽ ഞാൻ ചില ടോയ്സോ അങ്ങനെ എങ്ങാണ്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അയ്യോ, എന്താ കണ്ടില്ലേ? ചില ടോയ്സ്, ബ്രഷസ് അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഓർഗനൈസ് ആക്കി വെക്കണം. പിന്നെ എൻ്റെ കയ്യിൽ ഇതെന്താ, പേപ്പർ ഫാനോ അങ്ങനെ എന്തോ ആണ്. ഈ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ വെക്കുന്നത്. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന് എങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതിയേ. പിന്നെ ഇത് ഫിനിഷ് ആവാത്ത ഒരു കുട്ടി ക്രിസ്മസ് ട്രീ ആണ്. ഇതെന്തായാലും ക്രിസ്മസിന് മുന്നേ ഞാൻ ചെയ്ത് തീർക്കും. ഇതെൻ്റെ ബ്രദറിൻ്റെ 10th ബർത്ത്ഡേക്ക് ഞങ്ങൾ വെച്ചതാണ്. അപ്പോൾ ഇത് സംഭവം കണ്ടില്ലേ, 10 എന്നുണ്ട്. ഇത് 10th ബർത്ത്ഡേക്ക് വെച്ചത് ഞാൻ ഉണ്ടാക്കിയതാണ്. നല്ല രസമുണ്ടല്ലേ? പിന്നെ എൻ്റെ കയ്യിൽ കുറേ കാർഡ്ബോർഡ് പീസസ് ഉണ്ട് ഓരോ ക്രാഫ്റ്റ്സിന്. നമുക്ക് ഈ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ ഇതൊക്കെ തന്നെ മതി. ഇതൊക്കെ വെച്ച് നമുക്ക് അടിപൊളി ക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കാം. ഇനി നമുക്ക് ഈ ഷെൽഫ് ഒന്ന് തുടച്ചെടുക്കണം. അതിന് മുന്നേ നമുക്കൊരു കുട്ടി ബ്രേക്ക് എടുക്കാം. ഇനി നമുക്ക് ഷെൽഫിലെ ഓരോ സെക്ഷൻസ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് തുടങ്ങാം. ഇത് 2 ഓൾഡ് ബാഗ്സാണ്. ഇതും കൂടെ നമുക്ക് ഷെൽഫിൻ്റെ മേലെ വയ്ക്കാം. അങ്ങനെ നമ്മൾ ആദ്യത്തെ സെക്ഷൻ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി ഷെൽഫും കൂടെ ബാക്കി അറകളും കൂടെ സെറ്റാക്കാം. ഇനി ഞാൻ ബുക്സ് എല്ലാം കൂടെ അടുക്കി പറക്കി നീറ്റായിട്ട് ഓർഗനൈസ് ആക്കി വെക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഷെൽഫിൽ വെക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇത് കഴിഞ്ഞ വർഷത്തെ ബുക്സാണ്, പക്ഷേ എനിക്ക് കുറച്ച് ആവശ്യമുള്ള ബുക്സ് മാത്രം ഞാൻ സെലക്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്കിനി ഷെൽഫിലോട്ട് ഓർഗനൈസ് ചെയ്യാം. ഇനി ഈ ബുക്സ് നമുക്ക് വെക്കാം. ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഇനി നമുക്ക് കർട്ടൻസ് ഇടാം. അപ്പോൾ നമ്മൾ കർട്ടൻ ഇട്ടു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കർട്ടൻ എന്താ മാറ്റാത്തതെന്ന്. ഇതിട്ടിട്ട് 2-3 ഡേയ്സേ ആയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത് മാറ്റാത്തത്.
അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ ഓർഗനൈസ് ചെയ്തു. ഇനി നമുക്ക് താഴത്തേതും കൂടെ ഇനി ഇത്രയും കൂടെ ഓർഗനൈസ് ചെയ്യാനുണ്ട്. സോ ലെറ്റ്സ് ഗോ. ഇത് ഒരു പ്രൊജക്റ്റാണ്, ഇതൊരു ഫയലാണ്. അപ്പോൾ ഇതിങ്ങനെ എനിക്ക് അത്യാവശ്യം പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇതും ഒരു വിധത്തിൽ ഓർഗനൈസ് ചെയ്തു. ഇനി നമുക്ക് ബാക്കി കുറേ ഉണ്ട്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഈ സ്പേസിൽ നമുക്കിനി പേപ്പേഴ്സ് ഓർഗനൈസ് ചെയ്യാം. അങ്ങനെ ഞാൻ പേപ്പേഴ്സ് ഓർഗനൈസ് ചെയ്തു. ഫസ്റ്റ് ഞാൻ A3 പേപ്പർ വെച്ചു. പിന്നെ ഞാൻ ഇവിടെ നമ്മുടെ എന്താ പറയുക മാർജിൻസ് ഉള്ള പേപ്പർ കിട്ടില്ല, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ വരയിട്ട കുറച്ച് പേപ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വരയിടാത്ത കുറേ A4 ഷീറ്റല്ല, നോട്ട്ബുക്ക് സൈസുള്ള കിങ് സൈസ് പേപ്പേഴ്സാണ്, അതും വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് ഫയൽസൊക്കെ വയ്ക്കാം. സോ ഞാൻ ഫയൽസ് എടുത്തിട്ട് വരട്ടെ. ഇത് ക്രാഫ്റ്റ് സപ്ലൈസ് വയ്ക്കാനുള്ള സെക്ഷനാണ്. ഇതിൽ ക്രാഫ്റ്റ് പേപ്പേഴ്സാണ് ഈ രണ്ട് ഫയലിലും. ചെസ് ബോർഡിൻ്റെ മുകളിൽ കുറച്ച് ഇങ്ങനെ കാർഡ് ബോർഡ്, പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങൾ, ഗ്രീറ്റിംഗ് കാർഡ്, അതൊക്കെ വയ്ക്കാം. ഇനി നമുക്ക് ഈ ആക്രിലിക് പെയിൻറ്റ്സ് എല്ലാം ഈ ഒരു കുഞ്ഞി ബോക്സിൽ വയ്ക്കാം. അങ്ങനെ നമ്മൾ ഫുൾ ക്രാഫ്റ്റ് സപ്ലൈസും ഓർഗനൈസ് ആക്കി വെച്ചു. അപ്പോൾ ഞാനൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, റൈറ്റിംഗ് പാഡ്, പിന്നെ ഒരു ക്യാലണ്ടർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബുക്ക് വയ്ക്കാം. അങ്ങനെ അതൊക്കെ വെച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ഒരു പൗച്ച് വയ്ക്കാം. പൗച്ചല്ല, പെൻസിൽ കേസ്. ഓർഗനൈസറിൻ്റെ ഫസ്റ്റ് ഡ്രോയറിൽ ഞാൻ സ്റ്റിക്കി നോട്ട് വയ്ക്കുന്നു. ഈ ബ്യൂട്ടിഫുൾ പെൻസ് നമുക്ക് ഇതിൽ ഓർഗനൈസ് ചെയ്യാം. ക്യൂട്ട് പെൻസ് ഓർഗനൈസ് ചെയ്തു. ഇനി നമുക്ക് ഈ പെൻസിൽസ് ഇവിടെ വയ്ക്കാം. ഇനി ടെക്സ്റ്റ് ലൈനേഴ്സ് ഇവിടെ വയ്ക്കാം. ഇനി ഈ ഗ്ലിറ്റർ പെൻസ് ഓർഗനൈസ് ചെയ്യാം. ഈ ബ്ലൂവിൻ്റെ ക്യാപ്പ് കാണാനില്ല. ഇനി ഈ പെൻസ് ക്യൂട്ട് പെൻസിൻ്റെ സൈഡിൽ വയ്ക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ടേബിൾ ഫുൾ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലോർ മൊത്തം ക്ലീൻ ചെയ്യാം, കാരണം ഫുൾ പേപ്പർ വേസ്റ്റൊക്കെ ആണല്ലോ. അപ്പോൾ ഇത് മൊത്തം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ബെഡും സെറ്റ് ചെയ്തു. ഇനി നമുക്ക് റൂമിൻ്റെ ഫുൾ ലുക്ക് ഒന്ന് കണ്ടാലോ, കാരണം നമ്മൾ ഫുൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. If you like the video, give me a big thumbs up and don't forget to subscribe to my channel. So, we will see you in the next video.